ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അപ്പോൾ അടുത്തത് എന്താണെന്ന് നോക്കാം, എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് ടെക്സ്റ്റിൽ അതിൻ്റെ കണ്ടീഷനായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നോട്ടിലേക്ക് ഒന്ന് എഴുതണം. നമ്മൾ AX=B എന്നുള്ളത് കൺസിസ്റ്റൻ്റ് ആവാനുള്ള എന്ന് വെച്ചാൽ അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളതാണ് അടുത്ത പ്രോബ്ലത്തിൽ ചെക്ക് ചെയ്യാനായിട്ട് പോണത്. അതായത് ഒരു സിസ്റ്റം തന്നാൽ യൂസിങ് എലിമിനേഷൻ അത് കൺസിസ്റ്റൻ്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം. എലിമിനേഷൻ പ്രോസസ്സ് അറിയാലോ, നമ്മുടെ റോ റെഡ്യൂസ് എക്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്ത് തന്നിരിക്കുന്ന സിസ്റ്റം AX=B എന്നുള്ളൊരു സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനുള്ള കണ്ടീഷൻ ഇതാണ്. നിങ്ങളതൊരു നോട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം നോട്ട്ബുക്കിലൊന്ന് എഴുതി വെക്കണം. കണ്ടീഷൻ ഇതാണ്: AX=B എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ ഒക്യുമെൻറ്റഡ് മെട്രിക്സ് AB എഴുതാൻ അറിയാലോ. ഒക്യുമെൻറ്റഡ് മെട്രിക്സ് ABയിൽ നമ്പർ ഓഫ് റെഡ്യൂസ് ചെയ്യുമ്പോൾ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലേക്ക് അതിനെ മാറ്റുമ്പോൾ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ എയും നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ ഒക്യുമെൻറ്റഡ് മെട്രിക്സ് ABയും ഈക്വൽ ആവണം. അപ്പോൾ നിങ്ങൾ വേർഡ്സിൽ എഴുതുക: the system AX=B is consistent if the row reduced echelon form of matrix A and row reduced echelon form of matrix AB has same number of non-zero rows എന്നുള്ളത് എഴുതി വയ്ക്കുക. അപ്പോൾ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം ഓഫ് എയും ABയും രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അത് നോട്ടിൽ അങ്ങനെ എഴുതി വയ്ക്കുക, കണ്ടീഷൻ അത് എഴുതി വയ്ക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളത് എയുടെ വേറെയും ABയുടെ വേറെയും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ABയുടെ ഒരുമിച്ച് ചെയ്തു പോയാൽ മതി. അതിനെ ഒരുമിച്ച് റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുക. അതിൽ നിന്ന് ലാസ്റ്റ് കോളം ഒഴിവാക്കി അത് മാറ്റി പിടിച്ചാൽ എയുടെ ആയി. ഒരുമിച്ച് പിടിച്ചാൽ 4ഉം കൂടെ ഒരുമിച്ച് പിടിച്ചാൽ അത് ABയുടെ ആയി, ഓഗ്യുമെന്റഡ് മെട്രിക്സിൻ്റെ ആയി. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുമിച്ച് ചെയ്താൽ മതി പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പോൾ നോട്ടായിട്ട് ഈ ഒരു കണ്ടീഷൻ അവിടെ എഴുതി വെക്കാം. അപ്പോൾ പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. കൺസിസ്റ്റൻസി ബൈ എലിമിനേഷൻ തന്നിരിക്കുന്ന പ്രോബ്ലം അതാണ്. വാട്ട് കണ്ടീഷൻസ് മസ്റ്റ് ബി B1 and B2 and B3 satisfy in order for the system of equations x1 plus x2 plus 2x3 equal to B1 and x1 plus x3 equal to B2, 2x1 plus x2 plus 3x3 equal to B3 to be consistent. ഇത് കൺസിസ്റ്റൻ്റ് ആവാനുള്ള B1ൻ്റെയും B2ൻ്റെയും B3യുടെയും ചോയ്സ് എന്താണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞിരുന്നു സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം ഓഫ് കോഎഫിഷ്യന്റ് മെട്രിക്സ് ആൻഡ് ഓഗ്യുമെന്റഡ് മെട്രിക്സ് രണ്ടും ഈക്വൽ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഓഗ്യുമെന്റഡ് മെട്രിക്സ് എഴുതിയിട്ട് അതിനെ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാം. അതിൽ നിന്ന് ലാസ്റ്റ് കോളം ഒഴിവാക്കിയാൽ എയുടെ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം കിട്ടും. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് അതാണ്. ഓഗ്യുമെന്റഡ് മെട്രിക്സ് AB ആദ്യം എഴുതുക. ഇതാണ് ഓഗ്യുമെന്റഡ് മെട്രിക്സ് വരുന്നത്. അതിനെ നമ്മൾ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിനി ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങളിത് റെഡ്യൂസ് ചെയ്ത് വരിക. റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ റോ എക്ലോൺ ഫോം ആയാലും മതി കേട്ടോ. റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം വേണമെന്നില്ല, റോ എക്ലോൺ ഫോം ആയാലും മതി. റോ റെഡ്യൂസ്ഡ് ആവുമ്പോൾ പിന്നെ ബാക്കി കോളത്തിലെ എലമെന്റ്സിനെയും കൂടി 0 ആക്കാൻ നിൽക്കണ്ടേ, അത്രയും വേണം. മുകളിലത്തെ എലമെന്റ്സിനെയും കൂടി 0 ആക്കാൻ നിൽക്കണ്ടേ. അപ്പോൾ റോ റെഡ്യൂസ്ഡ് ഓർ റോ എക്ലോൺ ഫോം ഏതായാലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു റോ എക്ലോൺ ഫോം ആയിരിക്കും നമുക്ക് കംഫർട്ടബിൾ കേട്ടോ. അപ്പോൾ റോ റെഡ്യൂസ്ഡ് എന്ന് മുമ്പ് നോട്ടിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ റോ എക്ലോൺ ഫോം എന്നാക്കി മാറ്റിക്കോളൂ. റോ എക്ലോൺ ഫോം മതി. അതായത് ഫസ്റ്റ് ക്വാണ്ടിറ്റി 1 ആക്കുക, അതിനടിയിലുള്ളവരെ 0 ആക്കുക. A22ൻ്റെ പ്ലേസിൽ 1 ആക്കുക, അതിനടിയിലുള്ളവരെ 0 ആക്കുക. അത് മതി, റോ എക്ലോൺ ഫോം മതി. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോസസ്സ് ചെയ്ത് ഈ സ്റ്റെപ്പിൽ വരുമ്പോൾ ഈ സെക്കൻഡ് കോളത്തിൽ സെക്കൻഡ് എൻട്രി 1 ആയി, അതിൻ്റെ അടിയിലുള്ള വാല്യൂ 0 ആക്കി. അപ്പോൾ നോക്കൂ, ഇതിൽ ലാസ്റ്റ് കോളം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 3 കോളംസ് മെട്രിക്സ് എയുടെ റോ എക്ലോൺ ഫോം ആണ്. ഈ 4 കോളംസും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഓഗ്യുമെന്റഡ് മെട്രിക്സ് ABയുടെ റോ എക്ലോൺ ഫോം ആണ്. അപ്പോൾ മെട്രിക്സ് എയുടെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 എണ്ണമാണ് വരുന്നത് അല്ലേ. ഈ ഫസ്റ്റ് 2 റോസ് ആണ് നോൺ സീറോ റോസ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ റോ എക്ലോൺ ഫോം ഓഫ് മെട്രിക്സ് A ഈസ് 2 ആണ് വരുന്നത്. അതുപോലെ ഓഗ്യുമെന്റഡ് മെട്രിക്സ് ABയുടെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എങ്കിൽ അത് രണ്ടും ഈക്വൽ ആയാൽ മാത്രമാണ് തന്നിരിക്കുന്ന സിസ്റ്റം കൺസിസ്റ്റന്റ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ ലാസ്റ്റ് റോയിൽ ഈ എൻട്രി B3 - B2 - B1 എന്നുള്ള എൻട്രി
സീറോ ആയേ പറ്റൂ. അത് സീറോ ആയാൽ മാത്രമാണ് ഈ നമ്പർ ഓഫ് റോസ് രണ്ടിൻ്റെയും ഈക്വൽ ആയിട്ട് വരുള്ളൂ. B1 ഇവിടെ ഫസ്റ്റ് എൻട്രി B1 വരുന്നുണ്ട്, സെക്കൻഡ് എൻട്രി B1 മൈനസ് B2 വരുന്നുണ്ട്. അത് രണ്ടും നോൺ സീറോ വന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നോൺ സീറോ, തേർഡ് എൻട്രി നോൺ സീറോ വന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ ഓഗ്യുമെന്റഡ് മെട്രിക്സ് AB 3 ആയി പോവും. പക്ഷേ എക്കകത്ത് രണ്ടെണ്ണേ ഉള്ളൂ. അപ്പോൾ ഈ എൻട്രി B3 മൈനസ് B2 മൈനസ് B1 എന്നുള്ള എൻട്രി സീറോ ആയേ പറ്റൂ. അത് സീറോ ആയാൽ മാത്രമാണ് ഈ തന്നിരിക്കുന്ന സിസ്റ്റം കൺസിസ്റ്റന്റ് ആവുള്ളൂ. അപ്പോൾ എന്ത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് ഈക്വൽ ടു സീറോ ആവണം. അതാണ് ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആവാനായിട്ട് വേണ്ട കണ്ടീഷൻ. അപ്പോൾ B3 മൈനസ് B2 മൈനസ് B1 ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ B3 ഈക്വൽ ടു B1 പ്ലസ് B2 ആണ് റിക്വയർഡ് കണ്ടീഷൻ ഫോർ ദ കൺസിസ്റ്റൻസി ഓഫ് AX ഈക്വൽ ടു B. അവിടെ ബിയെ നമുക്ക് ഒന്നിലോ B3 ഈക്വൽ ടു B1 പ്ലസ് B2 എന്ന് കിട്ടിയതുകൊണ്ട് ബിയെ നമുക്ക് B1 B2 ആൻഡ് B1 പ്ലസ് B3 എന്ന് അതിൻ്റെ മെട്രിക്സ് ബിയുടെ ഫോമായിട്ട് എക്സ്പ്രസ് ചെയ്യാം. AX ഈക്വൽ ടു B കൺസിസ്റ്റന്റ് ആവാൻ വേണ്ട ബിയുടെ ഫോം എന്ന് പറയുന്നത് B1 B2 B3 ഈക്വൽ ടു B1 പ്ലസ് B2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ എൻട്രിയും കൂടി അവിടെ കൊടുക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ കണ്ടീഷനായിട്ട് വരുന്നത്. ഒരു പ്രോബ്ലം കൂടെ നോക്കാം. What conditions must be B1, B2 and B3 satisfy in order for the system of equations x1 plus 2 x2 plus 3 x3 equal to B1, 2x1 plus 5 x2 plus 3 x3 equal to B2 and x1 plus 8 x3 equal to B3 to be consistent. പ്രീവിയസ് പ്രോബ്ലം പോലെ തന്നെ ആദ്യം ഇതിൻ്റെ ഓഗ്യുമെന്റഡ് മെട്രിക്സ് എഴുതുക, റോ എക്ലോൺ ഫോം കാൽക്കുലേറ്റ് ചെയ്യുക. ഓഗ്യുമെന്റഡ് മെട്രിക്സ് AB-യുടെ റോ എക്ലോൺ ഫോം കാൽക്കുലേറ്റ് ചെയ്താൽ മതി, സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് 3 കോളംസ് എന്ന് പറയുന്നത് എയുടെ പാർട്ടാണ്. 4 കോളംസും കൂടെ ചേരുമ്പോഴാണ് ഓഗ്യുമെന്റഡ് മെട്രിക്സിന്റെ പാർട്ട് വരുന്നത്. അപ്പോൾ ഇത് റോ എക്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുക കേട്ടോ. റോ എക്ലോൺ ഫോം ഓർ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം ഏതാണെന്ന് വെച്ചാൽ കംഫർട്ടബിൾ ഏതാണെന്ന് വെച്ചാൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ റോ എക്ലോൺ ഫോമിലേക്കാണ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രോബ്ലത്തിൽ നോക്കി നോക്കിയതാ ഇവിടെ 1 0 0 0 1 0 0 0 1 റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിക്ക് റെഡ്യൂസ് ചെയ്തപ്പോൾ എയുടെ പാർട്ട് മാത്രം നോക്കുക. എയുടെ പാർട്ട് മാത്രം നോക്കുമ്പോൾ അവിടെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് 3 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ AB-യുടെ പാർട്ട് നോക്കുമ്പോൾ 4 കോളംസും കൂടെ എടുത്തിട്ട് നോക്കണം. ഇതിലും നമ്പർ ഓഫ് നോൺ സീറോ റോസ് 3 തന്നെ വരണം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എന്തായാലും ഈ 3 കോളംസിൽ നോൺ സീറോ എൻട്രീസ് വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എയിൽ 3 നോൺ സീറോ എൻട്രീസ് വരുമ്പോൾ AB-ക്കകത്തും 3 നോൺ സീറോ റോസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഏത് B1 B2 B3ക്ക് ഏത് വാല്യൂസ് എടുത്താലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഓൾറെഡി ഇവിടെ ഒരു 1 എന്നുള്ള ഒരു എൻട്രി വരുന്നതുകൊണ്ട് അവിടെ ഒരു നോൺ സീറോ വാല്യൂ പ്രസന്റ് ആണ്. അവിടെ ഒരു നോൺ സീറോ റോ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ എക്കകത്തും AB-ക്കകത്തും 3 നോൺ സീറോ റോസ് വരുന്നുണ്ട്. ദർ ഈസ് നോ റെസ്ട്രിക്ഷൻസ് ഫോർ ദ വാല്യൂസ് ഓഫ് B1 B2 ആൻഡ് B3. ഏത് വാല്യൂസ് വേണമെങ്കിലും B1 B2 B3ക്ക് എടുക്കാം. ഇന്ന വാല്യൂ വരണം നിർബന്ധമൊന്നുമില്ല. B1ൻ്റെയും B2ൻ്റെയും B3യുടെയും വാല്യൂ ഏതായിരുന്നാൽ തന്നെയും ഇവിടെ ഈ 3 നോൺ സീറോ റോ നമുക്ക് കിട്ടും. ഇവിടെ ഒരു 1 വരുന്നുണ്ട്, ഇവിടെയുണ്ട് 1, A33ൻ്റെ പ്ലേസിലും ഒരു 1 ഒക്യുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് കണ്ടീഷൻ വരുന്നത്. ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കൺക്ലൂഷൻ കേട്ടോ. ഇനി അതിൽ സൊല്യൂഷൻ കൂടി ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുക. ഗോസ് എലിമിനേഷൻ്റെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്താൽ x1 നമുക്ക് ഫസ്റ്റ് എൻട്രിയാണ് കിട്ടുക. -40 B1 പ്ലസ് 16 B2 പ്ലസ് 9 B3 എന്ന് കിട്ടും. അടുത്ത എൻട്രി x2ൻ്റെയാണ് 13 B1 മൈനസ് 5 B2 മൈനസ് 3 B3 കിട്ടും. ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് x3 ആണ്, 5 B1 മൈനസ് 2 B2 മൈനസ് B3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് പ്രോബ്ലം വരുന്നത്.